ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിച്ചൺ, അടുക്കള. അതായത് സ്ത്രീകള് ഫസ്റ്റ് ചെന്ന് നോക്കുന്നത് കിച്ചൺ ആയിരിക്കും. കിച്ചണിലെ സ്ഥലമുണ്ടോ, കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയ ഉണ്ടോ, ഫ്രിഡ്ജ് വെക്കാൻ സ്ഥലമുണ്ടോ, വാഷിംഗ് മെഷീൻ വെക്കാൻ സ്ഥലമുണ്ടോ, ഇതൊക്കെയാണ് മെയിൻലി നോക്കുന്നത്. അപ്പൊ അതെ, കറക്റ്റ് ആണ്. അവിടെ ഉള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എപ്പോഴും ഈസ്റ്റ് ഫേസിങ് ആയിട്ട് നമുക്ക് സ്റ്റൗ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. നോർമലി എല്ലാ ബിൽഡേഴ്സ് ആയാലും ഇപ്പൊ ഇൻഡിവിജ്വലി വീട് പണിയുന്നവരായാലും ഒക്കെ കിഴക്കോട്ടായിരിക്കും അടുപ്പ് വെച്ചിരിക്കുക. ഇൻ കേസ് ചില കേസുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും? ഇപ്പോ ഈസ്റ്റ് ഫേസ് ആയിട്ട് നിന്ന് കത്തിക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ വീടിന്റെ ദർശനം എങ്ങോട്ട് വന്നാലും ഈ അടുക്കള ഇരിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 80-90% ദോഷങ്ങൾ തീരും. ശരി, മനസ്സിലായോ? എനിക്കത് മനസ്സിലായി. ഇപ്പൊ അതായത് ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരിക്കുകയാണ്. ചിരിച്ചാലും കരഞ്ഞാലും എന്ത് ചെയ്താലും എനിക്ക് വലിയ കുഴപ്പം വരില്ല. ഞാൻ സ്ഥാനം തെറ്റി വേറെ എവിടെയെങ്കിലും പോയിരുന്നാലോ അപ്പൊ പണിവാളി. അവിടെ എത്ര കിഴക്കോട്ട് നോക്കി ഇരുന്നിട്ട് എന്താ കാര്യം? അതെ, മനസ്സിലായോ? അപ്പോ വീട് എങ്ങോട്ട് തിരഞ്ഞപ്പോ കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാട്ടോ ഒക്കെ ആണെങ്കിൽ പോലും ഈ അടുക്കള എന്ന് പറയുന്ന സ്ഥാപനം അല്ലേ, അതൊരു സ്ഥാപനമാണ്. ഫുഡ് അവിടെ നിന്നല്ലേ, എനർജി അവിടെ നിന്നല്ലേ വരുന്നത്. ആ സംഗതി ഇരിക്കേണ്ടത് വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്താണ്. തെക്ക് കിഴക്കേ ഭാഗത്താണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, തെക്ക് കിഴക്കേ ഭാഗത്താണ് നമ്മുടെ അടുക്കള വരേണ്ടത്. അത് എങ്ങോട്ട് ദർശനമുള്ള വീടാണെങ്കിലും പണ്ടത്തെ ആചാരം അനുസരിച്ച് എല്ലാവരും വടക്ക് കിഴക്കേ ഭാഗത്താണ് അടുക്കള വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ള എല്ലാ വീട്ടമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഈ അരക്ക് കീപ്പോട്ട് കാലിന് പെരുപ്പും കഴച്ചിലും ഒക്കെയാണ്. അവർ ആ അടുക്കളയിലെ അടിമകളായിരിക്കും. എന്താ കാര്യം വെച്ചാ 3 വയസ്സായ കൊച്ചു വരെ പറയാം അമ്മയ്ക്ക് ചൂടുവെള്ളം വേണം, ഇത് അമ്മ എന്തോ സെർവന്റിനെക്കാട്ടി താഴെയുള്ള ഒരു ലെവലില. മനസ്സിലായി അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള. അതേസമയം തെക്ക് കിഴക്കേ ഭാഗത്ത് അഗ്നികോണില്, ആ വാക്കിന്റെ തന്നെ അർത്ഥം എന്താ? അഗ്നികോൺ എന്നാണ്. അഗ്നികോണിലല്ലേ അടുക്കള ഇരിക്കേണ്ടത്. അഗ്നികോണിൽ അടുക്കള വെച്ചാൽ ചെലവ് കുറയും. കാരണം അവിടെ ഓൾറെഡി ഫയർ ഉണ്ടല്ലോ. അതെ, ഈശാന ഭാഗത്ത് വെള്ളമാണ്, ജലരാശിയാണ്. അവിടെ കൊണ്ടേ ചൂടാക്കിയാൽ ജലത്തിനും കുഴപ്പമാണ്, ചൂടിനും കുഴപ്പമാണ് അല്ലേ? അപ്പൊ അതുപോലെ തെക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കത്തിച്ചോ, പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പെർഫെക്റ്റ്. ഇതാണ് അതിനകത്ത് ഏറ്റവും നല്ലത്. എങ്ങോട്ട് ദർശനമുള്ള വീട്, ഏത് ജില്ലയിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അടുക്കള എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ ഭാഗത്ത് വെക്കുക. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അതിന്റെ ദർശനോ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ഏത് ഭാഗത്തേക്ക് തല വെക്കണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ അടുക്കളയെ പോലെ തന്നെ പരമപ്രധാനമാണ് മാസ്റ്റർ ബെഡ്റൂം. കാരണം അടുക്കളയിൽ വല്ലതും തീ പുകയണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇവര് തമ്മിലൊരു ഐക്യം വരണ്ടേ? ശരിയാ. സന്തതികൾ വരണ്ടേ, സമ്പത്ത് വരണ്ടേ, പരമ്പര ഉണ്ടാവണ്ടേ? ഇതെല്ലാം ഈ പറയുന്ന മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് സംഗമം നടക്കുന്നത്. ആ സംഗമം നടക്കേണ്ടത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ്, കന്നിമൂലയിലാണ്. കന്നിമൂല ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. അവിടെ കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടക്കണം. ആവാം കിഴക്കോട്ട്, അരുതേ വടക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, വേണ്ട പടിഞ്ഞാട്ട്, തലവെച്ച് കിടക്കേണ്ടത്. കിഴക്കോട്ട് ആവാം, ഓക്കെയാണ്, ഈസിയാണ്. വേണമെങ്കിൽ തെക്കോട്ട് വെച്ചോ, പടിഞ്ഞാട്ട് വെക്കണ്ട, വടക്കോട്ട് അരുതേന്ന് ആചാര്യൻ പറയാണ്. അത് വളരെ ദോഷമാണ്. അപ്പൊ എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ഇത് ശാസ്ത്രീയമായിട്ടല്ല, നമ്മളൊരു കോമൺ ടോക്കിലാണ് ഇരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടല്ലാതെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് കിഴക്കോട്ട് തല വെച്ചാൽ ഐശ്വര്യം വരും, തെക്കോട്ട് തല വെച്ചാൽ പണം വരും, പടിഞ്ഞാട്ട് തല വെച്ചാൽ രോഗം വരും, വടക്കോട്ട് തല വെച്ചാൽ മരണം വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. മനസ്സിലായോ? അപ്പൊ ഏറ്റവും നല്ലത് ഐശ്വര്യത്തില് എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ സംഗതിയും ഐശ്വര്യത്തിൽ വന്നിട്ടുണ്ട് അല്ലെ? അതിന് കിഴക്കോട്ട് തല വെച്ച് കിടക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായി. അപ്പൊ അത് മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുക. എന്നിട്ട് തെക്കോട്ടോ കിഴക്കോട്ടോ തല വെക്കുന്ന. അപ്പൊ നമ്മള്
അങ്ങക്കൊക്കെ ഒരു ഉപകാരം എന്ന് വെച്ചാല് ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു ബെഡ്റൂം വെക്കുമ്പോ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ഇങ്ങനെ ഫ്ലാറ്റുകളും ഇതൊക്കെ പോയി നോക്കും. അപ്പൊ അങ്ങനെ പോയി നോക്കുമ്പോ ഈ കട്ടിലിന്റെ പൊസിഷൻ ഒരു സ്ഥലത്തും സ്വിച്ചും മറ്റേ സ്വിച്ച് ബോർഡും ബാക്കി വേറെ റെഗുലേറ്റർ ഒക്കെ വേറെ സ്ഥലത്തും. അപ്പൊ എഴുന്നേറ്റ് പോയി വെക്കണം. കാരണം ഈ വയറിംഗ് എല്ലാം കഴിഞ്ഞ് കട്ടിൽ പിടിക്കുമ്പോ വാസ്തുക്കാരനെ കൊണ്ടുവരും. അപ്പൊ വാസ്തുക്കാരൻ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ തല അങ്ങോട്ട് വെക്കണം. അത് അപകടമല്ലേ? അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഞങ്ങൾ ഫാൻ ഓഫ് ചെയ്തോളാം, എന്നാലും വേണ്ടൂല എന്ന് വെക്കും. അപ്പൊ ഇപ്പോഴേ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഫ്ലാറ്റുകള് വില്ലാസ് ഒക്കെ ചെയ്യുന്നവര് ഒരു വാസ്തു കൺസൾട്ടന്റിനെ കൂടി എടുത്താൽ അത് നല്ലതായിരിക്കും, ജനങ്ങൾക്ക് നല്ലതല്ലേ? അത്രേ ഉള്ളൂ. എത്രയോ പോകുന്നു, മനസ്സിലായില്ലേ? അതെ. ഇനി നമുക്കുണ്ടല്ലോ ഒരു അവസാന ചോദ്യം. ഈ വാസ്തു ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുകളുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ വാസ്തു, ഇങ്ങോട്ട് തിരിഞ്ഞ വാസ്തു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സാറിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? അവരിതൊരു ഭയം കൊണ്ടാണ്. അവരുടെ പൂർവികര്, അവരുടെ പ്രീവിയസ് ആൾക്കാര് ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, അല്ലെങ്കിൽ ആരുമാകാം, അവരോട് അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓ അത് ശരി. അങ്ങനെ ഇതിനെ ഭയപ്പെടണ്ട. മനസ്സിലായി. ഭയപ്പെട്ട് ഒന്നിനെയും, ഒരു സംഗതിയെയും ഭയപ്പെടണ്ട, സർക്കാരിനെയും ഭയപ്പെടണ്ട. ശരിക്കും ഭയം ആരോടാ വരേണ്ടത്? ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ പറയാം. ശരിക്കും നമുക്ക് ആരോടാ ഭയം വരേണ്ടത്? അച്ഛനെ ഭയപ്പെടണോ? വേണം. അച്ഛനോ ബഹുമാനമല്ലേ വേണ്ടത്? ബഹുമാനമാണ്. ശരിയാണ്. ഭയമല്ല വേണ്ടത്, ബഹുമാനം വേണം. അമ്മയോടോ? ബഹുമാനമാണ്, സ്നേഹവും, ആദരവ്, ബഹുമാനം, സ്നേഹം, കൊഞ്ചല്, ഇതൊക്കെ അല്ലേ അമ്മയായിട്ട്. അധ്യാപകരോടോ? ബഹുമാനം അല്ലേ? പോലീസുകാരോടോ? ഭയം വേണം. എന്തിനാ ഭയപ്പെടണം? കാരണം നമ്മൾ പോലീസുകാരെ എന്തിനാ ഭയപ്പെടുന്ന? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്താലല്ലേ? അതെ അതെ, നോട്ട് ദ പോയിന്റ്. നമ്മൾ തെറ്റ് ചെയ്താലല്ലേ പോലീസിനെ ഭയപ്പെടണം? അല്ലെ അവരെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെ ബഹുമാനിച്ചാൽ മതി. അതെ, ശരിയല്ല, അനുസരിച്ചാൽ മതി. സർക്കാരിനെയും പോലീസിനെയൊക്കെ നമ്മൾ ബഹുമാനിച്ചാൽ, നിയമം പാലിച്ചു പോയാൽ മതി. അതെ. ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ വെച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അവനവനെ തന്നെയാണ് ഭയപ്പെടേണ്ടത്. ഞാൻ എന്നെ തന്നെയാണ് ഭയപ്പെടുന്നത്. ഞാൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നോക്കി ചെയ്യണം. എനിക്ക് അബദ്ധം പറ്റുമോ? അപ്പൊ എനിക്ക് അബദ്ധം പറ്റിയാൽ എന്ത് വരും? ഞാൻ നഷ്ടം വരും, ലോസ് വരും അല്ലേ? അപ്പൊ ആ ഭയം കൊണ്ടാണ് ഇത് വരുന്നത്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഇപ്പൊ അതിന് മറുപടി ആയില്ലേ? എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഭയപ്പെട്ട് പേടിച്ചു? അയ്യോ അത് ചെയ്താൽ ഇങ്ങനെ കുഴപ്പം. ആ വ്യക്തികള് അയാളുടെ ഫാമിലിയെയും അയാളെയും അയാളുടെ ഐശ്വര്യത്തേക്കും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അയ്യോ അത് അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് കുഴപ്പമാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമാണ് എന്ന് പറയുന്നത് ആ ഒരു ഭയമാണ്. അപ്പൊ ആ ഭയത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായി. ഭാര്യയും സന്താനങ്ങളെയൊക്കെ എന്താ വേണ്ടത്? ഭയം അല്ല വേണ്ടത്. നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് വേണ്ടത്. അതെ അല്ലേ? അപ്പോ ഇങ്ങനെ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ പിന്നെ വേറെ പ്രശ്നമില്ല. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിന്റെ സർവീസ് കറക്റ്റ് ആക്കുക. നമുക്ക് ചേർന്ന വണ്ടിയാണോ എന്ന് നോക്കുക. അതിന്റെ ടാക്സ്, ഇൻഷുറൻസ്, ടയർ, ബ്രേക്ക്, ഫ്ലൂയിഡ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. എന്നിട്ട് നിയമാനുസരണം വണ്ടി ഓടിച്ചു പോവുക. ഒരു പ്രശ്നമില്ല. ഈ വണ്ടിയുടെ ഇന്റേണൽ പാർട്സ്, അയ്യോ അവിടെ എന്തെങ്കിലും സ്ക്രൂ ലൂസ് ആയിട്ടുണ്ടോ, ഇത് നമുക്കറിയാമോ? അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഒരു വാഹനം, എന്റെ ഒരു അറിവ്, ഒരു വാഹനത്തിൽ 2000 പാർട്സ് ഉണ്ടെന്നാ പറയാ. ഒരു കാറിൽ 2000 പാർട്സ് ഉണ്ട്. 2000 പാർട്സ് കൂട്ടി യോജിപ്പിച്ചിട്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഇത്. കണ്ണും പൂട്ടി അങ്ങോട്ട് പോയത് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റൂലേ? അല്ലേ? അപ്പൊ ആ ഒരു നിയമാനുസരണം പോയി കഴിഞ്ഞാൽ മാത്രം മതി. വാസ്തുശാസ്ത്രത്തിനെ എന്നല്ല, ആരോഗ്യശാസ്ത്രത്തിനെ ആണെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിനെ ആണെങ്കിലും ഭയപ്പെട്ട് ജീവിക്കരുത്. അനാവശ്യ ഭയം ആരെയും വേണ്ട. നിർഭയമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത് എല്ലാ ശാസ്ത്രവും പറയുന്നത്. യെസ്, താങ്ക് യു സർ. സാറിന്റെ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. റിയൽ തിയറിയിൽ ഇനിയും ഇതുപോലുള്ള തിയറീസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ, ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് റിയൽ തിയറിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.